Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Unity Center for Medical Education, Kaningad. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഴയങ്ങാടിയിൽ നടത്തിയ ഗതാഗത പരിഷ്കാരം വിജയകരമെന്ന് MLA-യുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗം വിലയിരുത്തി. വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് MLA പറഞ്ഞു. പഴയങ്ങാടി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് M. വിജിൻ MLA-യുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗതാഗത പരിഷ്കാരങ്ങൾ വിജയമെന്ന് തിങ്കളാഴ്ച ചേർന്ന അവലോകന യോഗം വിലയിരുത്തി. ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് നമുക്കിപ്പോ പരിഹരിക്കപ്പെട്ടാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് ഇപ്പൊ പഴയങ്ങാടി വഴി കടന്നു പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പൊ ചില പ്രയാസങ്ങൾ ഇവിടെ ചിലർ ചൂണ്ടിക്കാണിച്ചത് ആംബുലൻസ് പോകുമ്പോൾ ഉൾപ്പെടെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പഴയങ്ങാടി PWD റോഡ് അളന്നു നോക്കിയാൽ, അതിന്റെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് അളന്നു നോക്കിയാൽ എത്ര മീറ്റർ ഉണ്ട്, അതിന്റെ ഡിവൈഡർ നോക്കിയാൽ 2 വാഹനങ്ങൾ ഒരു സൈഡിലൂടെ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ അത് പലപ്പോഴും 2 വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തൊരു പ്രശ്നം വരുന്നത് ചിലയിടത്തെങ്കിലും സൈഡ് പാർക്കിംഗ് വീണ്ടും വരുന്നു എന്നൊരു ഘട്ടമാണ് ഉണ്ടാകുന്നത്. എരിപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ റോഡ് മധ്യത്തിൽ ഡിവൈഡർ സ്ഥാപിച്ച് വൺവേ സംവിധാനം ഏർപ്പെടുത്തി നടത്തിയ പരിഷ്കാരങ്ങൾ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്നും പഴയങ്ങാടി KSTP റോഡിന്റെയും പഴയങ്ങാടി ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി, പഴയങ്ങാടി പാലം അണ്ടർപാസേജ് പ്രവൃത്തികൾ എന്നിവ പൂർത്തിയാകുന്നതോടെ പഴയങ്ങാടിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും MLA പറഞ്ഞു. പഴയങ്ങാടി നഗരത്തിലും അണ്ടർപാസിലും സ്ഥിരം പോലീസ് സംവിധാനം ഉറപ്പുവരുത്താനും തീരുമാനമായി. ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ നിശ്ചയിച്ച വഴിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന നിർദ്ദേശവും കർശനമാക്കും. ഗതാഗത പരിഷ്കാരങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിന് പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം ഉണ്ടാകണമെന്നും M. വിജിൻ MLA അഭ്യർത്ഥിച്ചു. യോഗത്തിൽ പയ്യന്നൂർ DYSP K. വിനോദ് കുമാർ, ഏഴം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ, പഴയങ്ങാടി SHO NK സത്യനാഥൻ, അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ PV വിജേഷ് എന്നിവരും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2021-25 ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഓർമ്മ മരങ്ങൾ നട്ടു. തൈകളുടെ നടീൽ ഉദ്ഘാടനം ഔഷധി ബോർഡംഗം K. പത്മനാഭൻ നിർവഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2021-25 ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഓർമ്മ മരങ്ങൾ നട്ടു. തൈകളുടെ നടീൽ ഔഷധി ബോർഡംഗം K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി 5 വർഷത്തിനുള്ളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഓർമ്മയ്ക്കായിട്ടാണ് 15ഓളം പഴവർഗ്ഗങ്ങളുടെ തൈകൾ നട്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K. സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് D. വിമല, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജേഷ് മാട്ടൂൽ, രേഷ്മ പരാഗൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് PT അനി, K. സതീഷ് കുമാർ, ഷുക്കൂർ MKP, T. ശോഭ, അരുൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വിജ്ഞാന കേരളം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ തല തൊഴിൽമേള സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എം. സുർജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചെയർമാനായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല, മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ.വി. ലളിത എന്നിവർ കോ ചെയർമാൻമാരായും രൂപീകരിച്ച സംഘാടക സമിതിയിൽ സബ് കമ്മിറ്റി രൂപീകരണവും നടന്നു. സെപ്റ്റംബർ 20 പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 1000 പേരെ പങ്കെടുപ്പിച്ച് ജോബ് ഫെയർ നടത്താൻ തീരുമാനമായി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ. മോഹനൻ, മുനിസിപ്പൽ സെക്രട്ടറി ഗിരീഷ് എം. കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. വൈവിധ്യമാർന്ന പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ടൗണിലെ കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരള സംസ്ഥാനത്ത് മാവേലി തമ്പുരാൻ ഭരിച്ചിരുന്നതെന്നും അക്കാലത്ത് കളവില്ല, ചതിയില്ല, അതുപോലെ വഞ്ചനയില്ല, പരദോഷം വളരില്ല, അങ്ങനെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം, ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നും ആ കാലഘട്ടത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിലും അതുപോലെ ഭാവി കാലങ്ങളിലും കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ ഓണാഘോഷവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ഭദ്രദീപം കൊളുത്തി. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി CA സിബി ജോർജ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹരിതകർമ്മസേന അംഗങ്ങളുടെ വിവിധ പരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ CTU പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനം പയ്യന്നൂർ CTU സെന്ററിൽ നടന്നു. CTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്കൂൾ ബസ് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ CTU പയ്യന്നൂർ സബ് ജില്ലാ സമ്മേളനം പയ്യന്നൂർ CTU സെന്ററിൽ നടന്നു. CTU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലയിലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ അസംഘടിതരെ തൊഴിലാളികൾക്ക് മിനിമം കൂലി പ്രഖ്യാപിക്കണമെന്ന് രാജ്യത്തെ തൊഴിലാളി സംഘടന ആവശ്യപ്പെടുന്നു. മിനിമം കൂലി കൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മിനിമം കൂലി എത്രയാണ് തൊഴിലാളികൾ? കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ പറയുന്നത് ഒരു തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞ മിനിമം കൂലി. TV ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ബസ് തൊഴിലാളികൾക്ക് മിനിമം വേതനവും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നാരായണൻ, സന്തോഷ് കുമാർ TV, സുരേന്ദ്രൻ, രവി, ചന്ദ്രമതി, ഗിരിജ, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും മുതിർന്ന പൗരന്മാർക്കുള്ള ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 NSS വോളണ്ടിയർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസും മുതിർന്ന പൗരന്മാർക്കുള്ള ഓണക്കോടി വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ PV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. A ഷീജ, അജിത് M, EP അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചാനൽ ജീവനക്കാർ ചേർന്ന് പൂക്കളമൊരുക്കി. തുടർന്ന് COA ഭവനിൽ ഓണാഘോഷ പരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ ചാനൽ ജീവനക്കാർ ചേർന്ന് ചാനൽ ഓഫീസിൽ പൂക്കളമൊരുക്കി. തുടർന്ന് COA ഭവനിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ ചാനൽ ജീവനക്കാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമുണ്ടാക്കിയ വാർത്തകൾ തയ്യാറാക്കിയ നെറ്റ്വർക്ക് ന്യൂസ് ടീം അംഗങ്ങളായ നികേഷ് താവം, പ്രണവ് പെരുവാമ്പ, സുധാ സുരേന്ദ്രൻ, അഗ്നിവേശ് കുഞ്ഞിമംഗലം എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു സ്വീകാര്യതയുടെ ഭാഗമായിട്ടാണ്. ആ വാർത്തയുടെ കണ്ടന്റ്, അതിൻ്റെ ഒരു ചിത്രീകരണം,
തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇതെല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു വാർത്ത സ്വീകാര്യമായ വാർത്ത കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നത്. എനിക്ക് തോന്നുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആൾക്കാരിലേക്ക് എത്തപ്പെട്ട ഒരു വാർത്ത. വളരെ സിമ്പിളാണ് ആ വാർത്ത. ശരിക്കും ഒരു തെങ്ങുകയറ്റ തൊഴിലാളി ആ പറയുന്ന തൊഴിലിനോടൊപ്പം തന്നെ അയാൾ കുറച്ച് വിദേശയാത്ര നടന്നു. പക്ഷേ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയായിരിക്കാം. പക്ഷെ അതിലൊരിക്കലും ഒരു കഥ ഉണ്ട് എന്നുള്ളതും ആ കഥ ലോകത്തിലേക്ക് എത്തിക്കണമെന്ന് കണ്ടെത്തുന്ന ആ ഒരു കഴിവുണ്ടല്ലോ, അവിടെയാണ് അതിൻ്റെ ഒരു വലിയ അംഗീകാരം വരുന്നത്. തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV സജിത, ചേംബർ പ്രസിഡന്റ് KU വിജയകുമാർ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ആദിവാസി ക്ഷേമസമിതി ചെറുവത്തൂർ ഏരിയ സമ്മേളനം ചീമേനി ചാനടുക്കത്ത് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K മോഹനൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ക്ഷേമസമിതി AKS ചെറുവത്തൂർ ഏരിയ സമ്മേളനം ചീമേനി ചാനടുക്കത്ത് നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലീല KM അധ്യക്ഷയായി. K ബാലകൃഷ്ണൻ ബേടകം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രകൃതിരമണീയമായ പോത്താങ്കണ്ടം അരീട്ടപ്പാറ പഞ്ചായത്ത് ഏറ്റെടുത്ത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPIM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, P കമലാക്ഷൻ, P ജനാർദ്ദനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നടന്ന ആദിവാസി കലാമേള സുഭാഷ് അറുക്കര ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് ADSന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. CDS ചെയർപേഴ്സൺ സുനിത PV ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് കുടുംബശ്രീ ADSന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരളം ALP സ്കൂളിൽ നടന്ന പരിപാടി CDS ചെയർപേഴ്സൺ സുനിത PV ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ V തമ്പാൻ, മുൻ മെമ്പർ RK സുധാമണി, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, ADS സെക്രട്ടറി ശാലിനി, പ്രസിഡന്റ് വിജിത P തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വച്ച് 75 വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങളെ ആദരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും ബാലസഭ, കുടുംബശ്രീ അംഗങ്ങളുടെ കലാമത്സരങ്ങളും നടത്തി. പൂക്കളമിടുകയും പങ്കെടുത്തവർക്കെല്ലാം ഓണസദ്യയും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രമുഖ പ്രീമിയം ബ്രാൻഡുകളുടെ സർപ്ലസ് ഷോറൂം B4 ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷനിൽ KFCക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഷർട്ടുകൾ, പാന്റുകൾ, ടീഷർട്ടുകൾ എന്നിവ മികച്ച ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പണും നൽകുന്നുണ്ട്. പ്രമുഖ പ്രീമിയം ബ്രാൻഡുകളുടെ സർപ്ലസ് ഷോറൂം B4 ബ്രാൻഡ് സർപ്ലസ് സ്റ്റോർ പെരുമ്പ ബൈപ്പാസ് ജംഗ്ഷനിൽ KFCക്ക് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു. പ്രീമിയം ബ്രാൻഡുകളായ ലിവൈസ്, ജാക്ക് ആൻഡ് ജോൺസ്, ലിനൻ ക്ലബ്ബ്, ലീ, റാംഗ്ലർ, കൊളംബിയ, മാർക്കോപോളോ, ഡോക്കേഴ്സ്, റയർ റാബിറ്റ് എന്നിവയുടെ ഷർട്ടുകൾ, പാന്റുകൾ, ടീഷർട്ടുകൾ മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇത്തവണ ഓണസദ്യ ഒരുക്കാൻ വാഴയിലയ്ക്ക് ചിലവേറും. ഒരു നാക്കിലേക്ക് 10 രൂപ മുതൽ 12 രൂപ വരെ എത്തി. ഓണനാളെത്തുമ്പോഴേക്കും വില ഇനിയും വർദ്ധിച്ചേക്കും. ഇത്തവണ ഓണസദ്യ ഒരുക്കാൻ വാഴയിലേക്ക് ചിലവേറും. ഒരു നാക്കിലേക്ക് 10 രൂപ മുതൽ 12 രൂപ വരെ എത്തി. ഒരാഴ്ച മുൻപ് വരെ 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. നാടൻ വാഴയില നമ്മുടെ നാട്ടിൽ അപൂർവമായാണ് കൃഷി ചെയ്യുന്നത്. ഇലയുടെ സിംഹഭാഗവും തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. 100 എണ്ണമുള്ള ഒരു കെട്ടിയിലേക്ക് 3000-4000 രൂപ വരെ വിലയുണ്ട്. ഇലകൾക്ക് വേണ്ടി പ്രത്യേകം ഇനം വാഴകളാണ് വളർത്തുന്നത്. 4 ദിവസം വരെ ഇലകൾ വാടാതെയിരിക്കും.
പെട്ടെന്ന് കീറിപ്പോകുന്നില്ലെന്നതും ഇത്തരം വാഴകളുടെ പ്രത്യേകതയാണ്. ഇത്തരം വാഴയിലെ കുലകൾക്ക് ആവശ്യക്കാർ കുറവാണ്. ഓണനാളെത്തുമ്പോഴേക്കും വില ഇനിയും വർദ്ധിച്ചേക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ക്ഷേത്രകലാ അക്കാദമിയുടെ അക്ഷരശ്ലോകത്തിൽ ഗുരുപൂജ അവാർഡിന് അർഹനായ KV കുഞ്ഞികൃഷ്ണമാരാറെ കൊക്കാനിശ്ശേരി മടത്തുംപടി അക്ഷരശ്ലോക സമിതി അനുമോദിച്ചു. അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ ഉപഹാര സമർപ്പണം നടത്തി. മടത്തുംപടി അമ്പല പരിസരത്ത് ചേർന്ന അനുമോദന യോഗത്തിൽ പ്രമുഖ സംസ്കൃത പണ്ഡിതനും കവിയുമായ KK ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ ഉപഹാര സമർപ്പണം നടത്തി. യോഗത്തിൽ CV ബാലകൃഷ്ണ വാര്യർ, NV സുഭദ്ര ടീച്ചർ, A ശാന്തകുമാരി ടീച്ചർ, TV സേതുലക്ഷ്മി, K പ്രസന്ന, KK സത്യഭാമ, KU സരസ്വതി, കുഞ്ഞിപ്പാർവതി മുതലായവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അക്ഷരശ്ലോകം നാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രകലയാണെന്നും അത് രക്ഷിക്കുന്നതിനുള്ള സമീപനം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അവാർഡ് ജേതാവ് തന്റെ മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പ്രസ് ഫോറം പയ്യന്നൂരിലെ പത്രപ്രവർത്തകരുടെ കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. മമ്പലം ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതോടുകൂടി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രസ് ഫോറം ഏറ്റെടുത്ത് സംഘടിപ്പിച്ചു. പത്രപ്രവർത്തകർക്ക് പ്രാദേശിക പത്രപ്രവർത്തനത്തിലെ പരിശീലനങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചില പത്രപ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവർക്ക് ആദരവും അവരുടെ അനുഭവങ്ങളും വാക്കുകളും ശ്രവിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാമായിരുന്നു. ഏറ്റവും മികച്ച നിലയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് PA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ KV ലളിതയെ ആദരിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പ്രസ് ഫോറം സെക്രട്ടറി T ഭരതൻ, സബ് കമ്മിറ്റി കൺവീനർ മനോജ് കാർത്തിക എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പത്രപ്രവർത്തകരുടെ മക്കളായ ലക്ഷ്മി സുധീഷ്, ശ്രീക ഗണേഷ്, അഭിനവ് സുധീഷ്, P ദേവദത്തൻ, A അനഘ, ഡോക്ടർ നിമിഷ ധനഞ്ജയൻ എന്നിവരെ അനുമോദിച്ചു. നവാഗത സംവിധായകൻ ഷിജു പീറ്ററെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാനവും DYSP K വിനോദ് കുമാർ നിർവഹിച്ചു. പരിപാടിയിൽ വെച്ച് ഓണക്കോടി വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണച്ചന്തയും ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഓണക്കോടി വിതരണവും കോവപ്പുരത്ത് നടന്നു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T നിഷ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം വിഭവസമൃദ്ധമാക്കാൻ ചെറുകുന്ന് പഞ്ചായത്ത് കുടുംബശ്രീ CDS കോപ്പുറം താവം എന്നിവിടങ്ങളിലാണ് ഓണച്ചന്ത ഒരുക്കിയത്. സെപ്റ്റംബർ 3 വരെയാണ് ചന്ത പ്രവർത്തിക്കുക. ജൈവ പച്ചക്കറികൾ, പായസം, വിവിധതരം അച്ചാറുകൾ, മധുരപലഹാരങ്ങൾ, ജൈവ അരി, ഏഴം അപ്പാരൽ പാർക്കിൽ നിർമ്മിച്ച റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവ വിപണനമേളയിൽ വിൽപ്പനക്കായി എത്തിച്ചിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി ഓണക്കോടി വിതരണവും നടന്നു. KV നിർമ്മല അധ്യക്ഷയായി. VV സജീവൻ, ദിലീപ് പുതലത്ത്, C അച്യുതൻ, TE നിർമ്മല, CH പ്രദീപ് കുമാർ, K അനിത, V രാജീവൻ, PL ബേബി, P സീന, K അജേഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ഓണക്കിറ്റും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഓണക്കിറ്റും പച്ചക്കറി കിറ്റും വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളിങ്ങനൊരു കിറ്റ് കൂടി കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാർ നമ്മോട് പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്ത് അതിനെതിരായിട്ട് ആളുകൾ കണ്ടെത്തുകയും അവരെ മുക്തമാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നേരത്തെ തന്നെ നടത്തി. പഞ്ചായത്ത് അതിനെതിരെ മുക്ത പഞ്ചായത്തായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ കണ്ടെത്തിയ ആളുകൾക്ക് ഒരു ഭക്ഷണ കിറ്റ് ഈ ഓണത്തിന് പഞ്ചായത്തിന് വകയായി ഓണ സമ്മാനമായിട്ട് കൊടുക്കണം എന്നാണ് സംസ്ഥാന സർക്കാർ നമ്മൾ പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ അവരെ വിളിച്ച് ഇന്ന് വരാൻ പറ്റാത്തവർക്ക് അവരുടെ വീട്ടിലെത്തിച്ച് ഈ സാധനം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. നേരത്തെ ഇവിടെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഓണം കാണാൻ നിൽക്കാതെയും നമുക്ക് ഓണം ഉണ്ടാകാൻ വേണ്ടി പറ്റണം എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പെൻഷൻ വാങ്ങുന്നവരുടെ കൈകളിലേക്ക് ഏകദേശം 3200 രൂപയാണ് ഈ ഓണത്തിന് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്.
ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷയായി. KV സുരേഷ് ബാബു, KG ബിന്ദുമോൾ, പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 38 പേർക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് കണ്ണൂർ റൂറൽ ജില്ലാ പൈനിയേഴ്സ് പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നടന്ന പരിപാടി MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. SPC കണ്ണൂർ ജില്ലാ പൈനിയേഴ്സ് പയ്യന്നൂർ മേഖലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ച് നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻപ് മുതൽ ഇങ്ങോട്ട് SPC കേഡറ്റുകളായി പ്രവർത്തിച്ചിട്ടുള്ളവരെ ഒന്ന് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള പരിശ്രമം ഇന്നത്തെ ഒരു ഘട്ടത്തിൽ വളരെ അത്യാവശ്യവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പല രീതിയിലുള്ള സേവനപരമായിട്ടുള്ള മേഖലയിൽ SPCയുടെ പഴയകാല കേഡറ്റ്സിനെ കൂടി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ മാതൃക കേരളത്തിൽ പയ്യന്നൂരിൽ നിന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു അത് തുടങ്ങണം എന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി രക്തദാന ക്യാമ്പാണ്. SPC പയ്യന്നൂർ മേഖലാ പൈനിയർ ചെയർമാൻ അഞ്ജലി ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ DYSP K വിനോദ് കുമാർ മുഖ്യാതിഥിയായി. SPC കണ്ണൂർ റൂറൽ ADNO K പ്രസാദ്, പയ്യന്നൂർ സഹകരണ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ, ആശുപത്രി മാനേജർ KV സന്തോഷ്, പ്രൊജക്ട് അസിസ്റ്റന്റ് CM ജയദേവൻ, CV രാജു, രതീഷ് MV, K നിസാമുദ്ദീൻ, SPC അലുമിനി പയ്യന്നൂർ മേഖലാ കൺവീനർ PV കശ്യപ്, ജോയിന്റ് കൺവീനർ കാർത്തിക് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണനമേള കാങ്കോലിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണം വിപണനമേള കാങ്കോൽ K രാജൻ സ്ക്വയറിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ വിലക്ക് നാട്ടുകാരുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ ചന്തയിലൂടെ കുടുംബശ്രീ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കുടുംബശ്രീയുടെ മറ്റ് സംരംഭങ്ങൾ കൂടി ഈ സ്റ്റാളിലൂടെ വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. ആ പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. ഏറ്റവും കൂടുതൽ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായി ഇന്ന് കുടുംബശ്രീ മാറിയപ്പോൾ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ഇന്ന് കുടുംബശ്രീ ഇല്ലാത്ത ഒരു മേഖല പോലും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായിട്ട് കഴിവ് തെളിയിക്കുന്ന കുടുംബശ്രീയാണ്. CDS ചെയർപേഴ്സൺ ജയശ്രീ യു ചടങ്ങിൽ അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ KG, വാർഡ് മെമ്പർമാരായ വത്സല PM, ലീല M, പ്രസന്ന A, ശൈലജ P എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു. മേള സെപ്റ്റംബർ 4 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കള്ളക്കാംതോട് പൊതുശ്മശാനം കോമ്പൗണ്ടിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നു. 2020-25 വർഷത്തെ ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായാണ് സ്മൃതി എന്ന പേരിൽ പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കള്ളക്കാംതോട് പൊതുശ്മശാനം കോമ്പൗണ്ടിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നു. 2020-25 വർഷത്തെ ഭരണസമിതിയുടെ ഓർമ്മയ്ക്കായാണ് സ്മൃതി എന്ന പേരിൽ പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. മുളം തൈകൾ നട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 2020-25 ഭരണസമിതിയുടെ ഓർമ്മക്കായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ശ്മശാന പറമ്പിൽ ഒരു പച്ചത്തുരുത്ത് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ നിലമൊരുക്കുന്ന പ്രവൃത്തിയൊക്കെ നടത്തിയിട്ടുള്ളത്. മുളയും അതോടൊപ്പം മറ്റ് പലതരത്തിലുള്ള വൃക്ഷങ്ങളും അതോടൊപ്പം ചെടികൾ ഉൾപ്പെടെ പിടിപ്പിച്ചുകൊണ്ട് അത് സംരക്ഷിക്കുന്ന തലത്തിൽ
അതിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായി തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ ഒരു പച്ചത്തുരുത്ത് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഭരണസമിതികൾക്കും ഒരു മാതൃകയാകുന്ന തരത്തിലേക്കാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിരവധിയായിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പൊതുസ്ഥലങ്ങളുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്തിയായനി അധ്യക്ഷത വഹിച്ചു. ടി.വി. സുധാകരൻ, ബേബി മനോഹരൻ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ, ജിഷ്ണു പ്രസാദ്, പഞ്ചായത്ത് മെമ്പർമാർ, വിഇഒമാർ, തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ എന്നിവയുടെ നേതൃത്വത്തിൽ പിലാത്തറ, ശ്രീസ്ത എന്നിവിടങ്ങളിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ എന്നിവയുടെ നേതൃത്വത്തിൽ പിലാത്തറ, ശ്രീസ്ത എന്നിവിടങ്ങളിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ വിപണനമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനും ചേർന്ന് വിപുലമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് വിപണിയിൽ ഏറ്റവും വില കുറച്ച് സാധനം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത ഇവിടെ 4 ദിവസങ്ങളിലായി ഓണച്ചന്ത ഇവിടെ ജൈവ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കുടിൽ വ്യവസായം വീടുകളിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളും മറ്റു സാധനങ്ങളുമെല്ലാം വളരെ വില കുറച്ച് ഇവിടെ നിന്ന് നൽകുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണം നല്ല സമൃദ്ധമായ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പിലാത്തറയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഓണച്ചന്തയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യ വിൽപ്പന നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MT സബിത, PP അംബുജാക്ഷൻ, CDS ചെയർപേഴ്സൺ E. വസന്ത എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളായ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, TV കുഞ്ഞിക്കണ്ണൻ, U. രാമചന്ദ്രൻ, U. രാധ, CDS മെമ്പർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ, നാടൻ കുത്തരി തുടങ്ങി വിവിധ സാധനങ്ങൾ മേളയിലുണ്ട്. ന്യായമായ വിലയിൽ മായമില്ലാത്ത സാധനങ്ങൾ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ M. രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് പ്രൊഫസർ M. രാജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു കലേഷ്. 13 കലേഷ് അവിടെയുണ്ട് കോളേജിലുണ്ട്. നല്ല പാട്ടുകാരനാണ്. ഇതിന്റെ പ്രാർത്ഥന കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരുപാട് കഴിവുകളുള്ള ആളുകളാണ്. ഞാൻ അതിനിടയിൽ കലേഷ് ഒരാൾ ഫോൺ ചെയ്യുന്ന ഞാൻ കണ്ടു. ആ ഫോൺ ചെയ്യുന്നത് എനിക്ക് എത്ര കൃത്യമായിട്ട് ഫോൺ ചെയ്യാൻ പറ്റില്ല. ആ ഫോണിലെ നമ്പർ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പോലും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വളരെ ഏത് കാര്യവും ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളാണ് ഇരിക്കുന്നത് എല്ലാവരും. VV സജീഷ് അധ്യക്ഷത വഹിച്ചു. KFB പയ്യന്നൂർ താലൂക്ക് സെക്രട്ടറി ലജിത MV, VV സജീഷ്, KV പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണക്കിറ്റ് വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് നസീർ കൂത്തുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് വേണ്ട ആവശ്യങ്ങളുമായി മാറി മാറി വന്ന ഗവൺമെന്റുകൾക്ക് ഒട്ടനവധി നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും മുൻപോട്ട് പോയത്. എന്നാൽ ഈ കഴിഞ്ഞ നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മലപ്പുറം ജില്ലാ കമ്മിറ്റി, അവിടുത്തെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും ഒത്തുചേർന്നുകൊണ്ട് ഒരൊറ്റ വാക്കുന്നയിച്ചു. എന്താണെന്നറിയോ? ഞങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളെ ഗവൺമെന്റ് അംഗീകരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നീക്കുപോക്കുകൾ ചെയ്യണം എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ,
നമ്മൾ ആഗ്രഹിച്ച പോലെ നമുക്കൊന്ന് ഒരു ചെറിയൊരു രീതിയിൽ ഒരു ആശ്വാസം വന്നത്. കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് സി, അൻസാർ പാനൂർ, വി കെ ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബിരിയാണി അരിയുടെ കുത്തനെയുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് സമ്മേളന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ സംസ്ഥാനതല കായകൽപ അവാർഡ് നേടിയ ചെറുകുന്ന താവം ആയുർവേദ ആശുപത്രിക്ക് ചെറുകുന്ന ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. എം വിജിൻ MLA ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ സംസ്ഥാനതല കായകൽപ അവാർഡ് നേടിയ ചെറുകുന്ന് താവം ആയുർവേദ ആശുപത്രിക്ക് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. എം വിജിൻ MLA ഉപഹാരം സമർപ്പിച്ചു. ഏറെ ഉത്തരവാദിത്വത്തോടുകൂടി തങ്ങളുടെ വിയർപ്പ് തുള്ളികളാൽ നെയ്തെടുത്ത ഒരു സമ്മാനമായി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഈ കായകൽപ അവാർഡ് മാറുന്നു എന്നത് തീർച്ചയായും അഭിമാനകരമാണ്. ഇനി ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഈ ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ചെറുകുന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇതിനെ ഇത്രയും കാലം അവാർഡ് നേടുന്നതിന് മുന്നേയുള്ള സാഹചര്യം എന്ന വണ്ണമല്ല. ചെറുകുന്നത്തറ ടാക്സി സ്റ്റാൻഡിൽ നിന്ന് കോപ്പുറത്തേക്ക് ഘോഷയാത്രയും നടന്നു. ടി നിഷ അധ്യക്ഷത വഹിച്ചു. പി രാജീവൻ, PV സജീവൻ, കെ പത്മിനി, CH പ്രദീപ് കുമാർ, PK ഹസൻ കുഞ്ഞി, KH സുബ്രഹ്മണ്യൻ, അനിത, K മോഹനൻ, ഡോക്ടർ ദിജ, ഡോക്ടർ മാലിനി, ഡോക്ടർ ശ്രേയ, ഡോക്ടർ അംബ്ലി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഡിവൈഎഫ്ഐ മണിയറ വെസ്റ്റ് യൂണിറ്റും സർഗവേദി മണിയറയും ഓണോത്സവം 2025ന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി. മണിയറ പാലത്തിന് സമീപം വേഗവരയിലൂടെ പ്രശസ്തി നേടിയ ആർട്ടിസ്റ്റ് അനൂപ് ടോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മണിയറ വെസ്റ്റ് യൂണിറ്റും സർഗവേദി മണിയറയും ഓണോത്സവം 2025ന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം നടത്തി. മണിയറ പാലത്തിന് സമീപം വേഗവരയിലൂടെ പ്രശസ്തി നേടിയ ആർട്ടിസ്റ്റ് അനൂപ് ടോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ മനോജ് P അധ്യക്ഷത വഹിച്ചു. സൂരജ് ഖാന, PP സുരേന്ദ്രൻ, KV രാജൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.